നമസ്കാരം. 25,000 മദ്രസകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 25,000 മദ്രസകൾ പ്രവർത്തിക്കുന്നതിൽ 560 മദ്രസകൾ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവ. 16,500 മദ്രസകൾ സർക്കാരിൻ്റെ കണക്കും പ്രകാരമുള്ള മദ്രസകൾ തന്നെയാണ്. 8,500 മദ്രസകളോളം അനധികൃതമായിട്ട് ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്നതായിട്ടും കണക്കുകൾ പുറത്തു വരുന്നു. എന്നാൽ ഇന്ന് യോഗി സർക്കാർ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിനൊരുങ്ങിയ വാർത്ത നമുക്കിന്ന് കേൾക്കാൻ സാധിക്കുകയാണ്. അനധികൃതമായിട്ട് ഒരു മദ്രസയും ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാടിലേക്ക് UP സർക്കാർ കടന്നിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മദ്രസകളും സർക്കാർ രൂപീകരിക്കുന്ന സർവകലാശാലയുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിയമനിർമ്മാണവും നടത്തി കൊണ്ടുവരികയാണ്. ഇനി പുതുതായിട്ട് എവിടെയെങ്കിലും മദ്രസകൾ ആരംഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഈ സർവകലാശാലയുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് അപേക്ഷ കൊടുത്ത് അഫിലിയേഷൻ കിട്ടിയാൽ മാത്രമാണ് ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ പുതുതായിട്ട് ഇത്തരത്തിലുള്ള മദ്രസകൾ സ്ഥാപിക്കാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ കുട്ടികളുടെ നേർക്ക് വലിയ പീഡനങ്ങളും മതവിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ കൊടിയ പീഡനങ്ങളുമൊക്കെ നടക്കുന്ന നിരന്തര വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം തന്നെയാണ് UP സർക്കാർ അല്ലെങ്കിൽ യോഗി സർക്കാർ എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. എന്നാൽ കേരളത്തിൻ്റെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. കേരളത്തിൽ കുമിള് കുരുക്കുന്നത് പോലെയാണ് കേരളത്തിൽ ഈ മദ്രസകൾ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നത്. മദ്രസകളിൽ നിരന്തരമായിട്ടുള്ള പീഡന വാർത്തകളും അതുപോലെ തന്നെ കുട്ടികളെ ബാലികാബാലന്മാരെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്ന വാർത്തകൾ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ വരുമ്പോഴും കേരളത്തിൻ്റെ സർക്കാർ മൗനം പാലിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പീഡന പരമ്പരയ്ക്ക് മൗനാനുവാദം കൊടുക്കുന്നു എന്ന് തന്നെ നാം പറയേണ്ടി വരും. കണക്കില്ലാത്ത മദ്രസകൾ കേരളത്തിൽ പെരുകുന്നു എന്ന് മാത്രമല്ല, ഈ പെരുകുന്ന മദ്രസകളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കുന്നില്ല എന്നത് കൂടാതെ ഈ മദ്രസകൾ അനധികൃതമായിട്ട് വിദ്യാഭ്യാസം നടത്തുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടത്തുവാനെന്ന പേരിൽ മദ്രസകൾ നിയമിക്കുന്ന അധ്യാപകർക്ക് സർക്കാർ ആനുകൂല്യം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ക്ഷേമനിധിയും മറ്റും ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സർക്കാർ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ന്യൂനപക്ഷ മതവിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്നതിനേക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്ന സർക്കാരിനെയും മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയുമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ അവസ്ഥ, ഈ സാഹചര്യം കേരളത്തിൽ രൂക്ഷമായിട്ട് വളരെ വലിയൊരു പ്രതിസന്ധിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നിലപാടുമായിട്ട് ഈ മദ്രസ വിഷയത്തിൽ അല്ലെങ്കിൽ ബാലികാബാലന്മാരുടെ നേർക്ക് മതവിദ്യാഭ്യാസത്തിന്റെ പേരിൽ നടക്കുന്ന പീഡന പരമ്പരകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് UP സർക്കാർ, യോഗി സർക്കാർ മാതൃകാപരമായ നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്നത് ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിയമ ഭേദഗതി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. നന്ദി, നമസ്തേ.